മിൻ ഗൈരി ഫിഇലി ശരീഅത്തിൻ ലൻ തഹ്സുലാ. അതുവരെയാണ് നമ്മൾ എടുത്തത്, ആദ്യത്തെ 10 വരി. ഇനി 11-ാമത്തത്. ഫഅലൈഹി തസീനുൻ ലിളാഹിരിഹിൽ ജലി ബിശരീഅത്തിൻ ലിയനൂറ ഖൽബുൻ മുജ്തല വതസൂല അൻഹു ളുൽമത്തുൻ കൈ യുംകിന ലിത്വരീഖത്തിൻ ഫീ ഖൽബിഹി അൻ തൻസില വലികുല്ലി വാഹിദിഹിം ത്വരീഖും മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദാ വാസില كجلوسه بين الأنام مربيا وككثرة الأوراد كالصوم الصلاة فعليه تزيين لظاهره الجلي بشريعة لينور قلب مجتلى. അപ്പോൾ ത്വരീഖത്തും അതുപോലെ തന്നെ ഹഖീഖത്തും അതുപോലെ തന്നെ ഏതും ശരീഅത്തും ഒക്കെ നമ്മൾ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയാൽ പോരല്ലോ. ഫഅലൈഹി തസീനുൻ ലിളാഹിരിഹിൽ ജലി, അവന്റെ പുറവും അതുപോലെ തന്നെ ഉള്ളും ശുദ്ധിയാക്കണം എന്നതിലേക്കാണ് സൈനുദ്ദീൻ മഖ്ദൂം സൂചിപ്പിച്ച് കവിത പറയുന്നത്. ഫഅലൈഹി തസീനുൻ, അവന് നിർബന്ധമാണ്, തസീനുൻ ഭംഗിയാക്കൽ, ലിളാഹിരിഹി അവന്റെ പ്രത്യക്ഷത്തെ, അൽ ജലി വ്യക്തമായ പുറത്ത് കാണുന്നതിനെയാണ് നമ്മൾ ലാഹിർ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ശുദ്ധിയാക്കേണ്ടത് അല്ലെങ്കിൽ ഭംഗിയാക്കേണ്ടത്? ബി ശരീഅത്തിൻ, അള്ളാഹുവിന്റെ ദീന് കൊണ്ടാണ് അല്ലെങ്കിൽ ശരീഅത്ത് കൊണ്ടാണ്. അതെന്തിനാണ് പുറം വ്യക്തമാക്കുന്നത്? ലിയനൂറ ഖൽബുൻ മുജ്തല, അവന്റെ ഹൃദയം പ്രകാശിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഹൃദയം പ്രകാശിക്കണമെങ്കിൽ അവന്റെ പുറം വൃത്തിയാവണം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും? അതായത് ഇങ്ങനെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് അള്ളാഹുവിന്റെ നോട്ടസ്ഥലമായ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അങ്ങനെ തന്നെയാണല്ലോ അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും, അല്ലേ? ഹദീസിൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ അതുപോലെ നിങ്ങളുടെ കോലങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരത്തിന്റെ പുഷ്ടിയിലേക്കോ, നിങ്ങൾ തടിയുള്ളയാളാണോ, നിങ്ങൾ മെലിഞ്ഞിട്ടാണോ, നിങ്ങൾ കാണാൻ ചന്തമുള്ളയാളാണോ, നിങ്ങൾ വെളുത്തിട്ടാണോ, നിങ്ങൾ നല്ല ഉയരമുള്ളയാളാണോ, നിങ്ങൾ അമേരിക്കക്കാരനാണോ, നിങ്ങൾ കൊമ്പത്തെ തറവാട്ടുകാരാണോ, ഇതൊന്നും പഠിച്ചോ നോക്കൂല. അള്ളാഹു ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. പിന്നെ അള്ളാഹു പ്രാധാന്യം കൊടുക്കുന്നത് യൻളുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അത്തഖ്വാ ഹാഹുന എന്ന് നബിതങ്ങൾ പറഞ്ഞല്ലോ. ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ടാണ് നബിതങ്ങൾ പറഞ്ഞത് അത്തഖ്വാ ഹാഹുന. തഖ്വ എന്ന് പറയുന്നത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ഹൃദയത്തിലാണ് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നത്, അല്ലെ? നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് തഖ്വ ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ എന്താവുന്നത്, നമ്മൾക്ക് ആളുകൾ ഉണ്ടാകുമ്പോഴും ഇല്ലാത്തപ്പോഴും, വാതിലടക്കുമ്പോഴും, റൂമിൽ ആരും ഇല്ലാത്തപ്പോഴും, വീട്ടിൽ ആരും ഉണ്ടാകുമ്പോഴും, പുറത്താകുമ്പോഴും, അകത്താകുമ്പോഴും തെറ്റുകളിൽ നിന്നും സൂക്ഷിച്ച് അള്ളാഹു പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ കഴിയുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുമ്പോഴാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴോ പറഞ്ഞെന്ന് തോന്നുന്നു, അല്ലേ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. അവര് രാത്രി പിന്നെ പ്രജകളുടെ ഐശ്വര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി പുറത്ത് വേഷം മാറി ഇറങ്ങാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്തല്ലേ ഒരു കുടിലിൽ നിന്നും വെളിച്ചം രാത്രിയായിട്ടും അവർ ഉറങ്ങുന്നില്ല. അപ്പോൾ പോയി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും 2 സ്ത്രീകളുടെ സംസാരം കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താ സംസാരം? ആ വീട്ടിലെ മുതിർന്ന സ്ത്രീ പറയുന്നു, അല്ലെങ്കിൽ ഉമ്മ പറയുന്നു മകളോട്, മോളെ, ഇന്ന് പാലിൽ കുറച്ച് വെള്ളം ചേർക്കേണ്ടതുണ്ട്, എന്നാലേ നമുക്ക് എല്ലാ വീട്ടിലും കൊടുക്കാൻ തികയുള്ളൂ. നമ്മൾ വീട്ടിൽ പാല് കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ആ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെട്ടു പോകും. അവർ വേറെ ആളെടുത്ത് നിന്ന്
പാല് വാങ്ങാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്താവണം, കുറച്ച് വെള്ളം ഇന്ന് പാലിൽ അധികം ചേർക്കണം എന്ന് പറയും. അപ്പോ മോള് പറയും, അത് പറ്റൂലല്ലോ, അത് ശരിയാവൂലല്ലോ എന്ന് പറയുമ്പം ഉമ്മ വീണ്ടും പറയും, നീ ആരെയാണ് പേടിക്കുന്നത്, ഉമറിനെയാണോ? അല്ലേ, ഉമറിനെയാണോ പേടിക്കുന്നത്? ഉമറൊക്കെ കടന്നുറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ മകള് പറയും, ഉമറിനെ അല്ല, ആരുറങ്ങിയാലും ഉറങ്ങാത്ത എല്ലാം കാണുന്ന അള്ളാഹു ഉണ്ടല്ലോ എന്നാണ്. അപ്പൊ ഈ ഒരു പിന്നെ സംഭാഷണം കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് മകനോട് പറഞ്ഞത്, നല്ലൊരു കുട്ടിയുണ്ട്, കല്യാണം ആലോചിക്കട്ടെ എന്ന്. അങ്ങനെ മകൻ കല്യാണം ആലോചിക്കാൻ പറയും. ആ കുട്ടീനെയാണ് പിന്നെ കെട്ടിക്കുന്നത്. അപ്പം അവിടെ ആ കുട്ടിയിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് തഖ്വ, അള്ളാഹുവിനെ ഭയപ്പെടുക. അതെങ്ങനെയാണ് കിട്ടുക? അള്ളാഹുവിനെ ഭയപ്പെടുക എന്നത് ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുമ്പോഴേ അത് കിട്ടുള്ളൂ. ശരീഅത്ത് അനുസരിച്ച് അള്ളാഹുവിൻ്റെ ദീനിൽ പറഞ്ഞതനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വ ചെയ്ത് ജീവിക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ് ഹൃദയവിശുദ്ധി എന്ന് പറയുന്നത്. അല്ലാതെ ഹൃദയവിശുദ്ധിക്ക് വേറൊരു ദീനും പിന്നെ ശരീഅത്ത് പറയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മളുടെ ഹൃദയം കൂടുതൽ 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 ലോലമായി, എല്ലാവരോടും സ്നേഹം മാത്രമായി, ലോകത്താരോടും ദേഷ്യമില്ലാത്ത രീതിയിൽ നമ്മളായി മാറും എന്നതാണ്. അല്ലേ, സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു വരുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ നടന്നു വരുന്നയാൾ സ്വർഗത്തിന് അവകാശിയാന്ന് പറയുന്നുണ്ടല്ലോ, അല്ലേ? രണ്ടാമത്തെ ദിവസവും അങ്ങനെ പറയുന്നുണ്ട്, മൂന്നാമത്തെ ദിവസവും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സ്വഹാബികൾ എല്ലാവരും കൂടെ പോകുന്നില്ലേ സഅദ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക്? രണ്ടോ മൂന്നോ പേരെന്താവും, അതിഥികളായി പോകും. എന്താ, ഈ സഅദ് റളിയല്ലാഹുവിനെ കുറിച്ച് എന്തിനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിൽ കടക്കുന്നയാളാണ് ഈ നടന്നു വരുന്നതെന്ന് പറയണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വേണമല്ലോ. അപ്പൊ വീട്ടിലേക്ക് അതിഥി എന്ന ഭാവേന പോകുന്നു, അതിഥിക്ക് അവർക്ക് ഭക്ഷണം ഒരുക്കുന്നു, സാധാരണ പോലെ എല്ലാവരും ചെയ്യുന്ന പോലെ നിസ്കരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കടന്നുറങ്ങുന്നു. പിന്നീട് അവർ രാത്രിയൊക്കെ എഴുന്നേറ്റ് നോക്കും. പക്ഷേ സഅദ് റളിയല്ലാഹു നല്ല ഉറക്കാണ്. സാധാരണ പോലെ സുബഹിക്ക് മുമ്പ് അല്പം മുമ്പ് അവർ എണീക്കുന്നു, ഖുർആൻ ഓതുന്നു, നിസ്കരിക്കുന്നു, സാധാരണ ചെയ്യുന്നത് മാത്രം. ഒന്നും രണ്ടും ദിവസമൊക്കെ അവിടെ നിന്ന് നോക്കും. പക്ഷെ പുതിയതൊന്നും കാണാൻ പറ്റുന്നില്ല. അവസാനം ഇവർ കഷ്ടപ്പെട്ട് ചോദിക്കേണ്ടി വരും, ഞങ്ങൾ ഇങ്ങനെ അതിഥികളായി വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങയെക്കുറിച്ച് ഇങ്ങനെ ഒരു സംസാരിച്ചിട്ടുണ്ട്, അതിൻ്റെ കാരണം അറിയാനായിരുന്നു. എന്താവും അതിൻ്റെ കാരണം എന്ന് പിന്നെ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടിയാണ്, എനിക്ക് ആരോടും ദേഷ്യമില്ല എന്നുള്ളത്, എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമാണ്. അപ്പം എല്ലാവരും നന്നായി കാണണം എന്ന ഒരു ഹൃദയം, എന്ന ഒരു മനസ്സ് ഉണ്ടാവുക എന്നതാണ് ശരീഅത്ത് അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. ഒരു സൂഫി അങ്ങനെയല്ല ശരിക്ക്. എന്തുകൊണ്ടാണ് സൂഫിന്റെ ചുറ്റും ആളുകൾ കൂടുന്നത്? എന്തുകൊണ്ടാണ് നമ്മളുടെ അലിമീങ്ങളുടെ ചുറ്റും ആളുകൾ വേഷഭാഷ ജാതി അല്ലേ, ജാതിയോ മതമോ അതിൻ്റെ ഒന്നും വേലിക്കെട്ടുകളും പരിധികളും ഇല്ലാതെ നമ്മുടെ മഹാത്മാക്കളായ ഉസ്താദുമാരുടെ അടുത്ത്, പണ്ഡിതന്മാരുടെ അടുത്ത് എന്തുകൊണ്ട് ആളുകൾ കൂടുന്നു? അവരുടെ ഹൃദയം അത്രമേൽ വിശാലമാണ്. ലോകത്തെല്ലാവർക്കും സമാധാനവും നന്മയും വരണമെന്ന് ഒരു നന്മയുള്ള ഹൃദയം ആഗ്രഹിക്കുകയും അതിനു വേണ്ടി അഭിലഷിക്കുകയും അതിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ നോക്കണം, നമ്മൾ അങ്ങനെ എത്രത്തോളം അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. ഇല്ലെങ്കിൽ, ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്, നമ്മൾ നല്ല പാതയിലാണ്. ഇല്ല, തൊട്ടടുത്ത ആൾക്ക് ഒരു കാറ് വാങ്ങുമ്പോൾ നമ്മളുടെ മനസ്സിനൊരു ചൊറിയുണ്ട്, നമ്മളെ മനസ്സിന് അത്ര പിടിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഇനിയും ഇനിയും എന്താവണം, ഇനിയും ശരീഅത്തനുസരിച്ച് നന്നാവാനുണ്ട് എന്നുള്ളതാണ്. അല്ലേ, അത് വേഗം മനസ്സിലാവും നമുക്ക്. നമ്മളെ കൂടെ പഠിച്ച ഒരാൾ, അല്ലെങ്കിൽ നമ്മളുടെ അയൽക്കാരനായ ഒരാൾ, നമ്മുടെ സഹോദരൻ, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത കുടുംബത്തിലുള്ളയാൾ, അവർക്കൊക്കെ ശരിക്കും എന്തെങ്കിലും നേട്ടം കിട്ടുമ്പോൾ നമുക്കൊരു അസൂയ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇടങ്ങേറ്, ഒരു ഒരു പ്രയാസം ഒക്കെ തോന്നുന്നുണ്ടോ എങ്കിൽ നമ്മൾ ഇനിയും മാറാനുണ്ട് എന്നുള്ളതാണ്. അതേസമയം നമ്മളുമായിട്ട് ബന്ധമില്ലാത്തപ്പോൾ അംബാനിക്ക് ഒരു കോടി സമ്പത്തുണ്ട്, നമുക്കൊരു പ്രശ്നമില്ല, കാരണം നമ്മളും അവനും തമ്മിലൊരു ബന്ധമില്ല, അല്ലേ? അപ്പം അതിൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇവിടെയാണ്. അവിടെ പോലും പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം. മനസ്സിലായല്ലോ അല്ലേ? കേൾക്കണില്ലേ? ക്ലിയർ അല്ലേ? ഹലോ.
കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ അപ്പൊ കൽബ് എന്ന് പറയണത് അത് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് അതിൽ ഒരാളോടും ഒരു കുശുമ്പോ ഒരു അത് ഇത്തിരി പണിയുള്ള പരിപാടിയാട്ടോ. അത് എനിക്ക് പറയാൻ കുറച്ച് സുഖം ഉണ്ടാവും, കേൾക്കാൻ കേൾക്കും സുഖം ഉണ്ടാവും. പക്ഷേ അത് പ്രവൃത്തി പദത്തിലേക്ക് വരുന്ന സമയത്ത് ആ കുറച്ച് പണി ഉണ്ടാവും അല്ലെ? നമ്മൾ സയ്യിദ് റളിയല്ലാഹു അൻഹു സ്വർഗം കിട്ടാൻ കാരണമായ ഒരു സ്വഭാവമാണ്. ആ പറഞ്ഞോളി. ആ ആ അതെ അതെ അതെ. ആ അതെ അതെ. അത് അതൊരു ഐഡിയ, നല്ലൊരു ഐഡിയ ആണ്. കാരണം പിന്നെ അത് ആ, അതിൻ്റെ അകത്ത് വേറൊരു സാധനം കൂടെ ഉണ്ട്. അതായത് നമ്മള് ദുആന്റെ കാര്യം പറയുമ്പോഴൊക്കെ അവരുടെ അസാന്നിധ്യത്തിൽ ദ്വാരക്കുന്നതിന് പ്രത്യേകം ഇജാബത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാനിപ്പം നിങ്ങളില്ലാത്ത സമയത്ത് ഞാൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് ഞാനിവിടെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ദ്വാരക്കുമ്പം അതിന് കൂടുതൽ ഇജാബത്തിന് സാധ്യതയുണ്ട് അല്ലേ? അതിനുള്ള കാരണം പറഞ്ഞത് മലായിക്കത്തും കൂടെ, അതെ അതെ, മലക്കുകൾ അവർക്ക് വേണ്ടി ദ്വാരക്കും എന്നുള്ളതാണ്. അള്ളാഹുമ്മ ആഴ്ത്തി മിസ്ലഹു. ഇപ്പം ഞാൻ പറയാണ് ഷെരീഫ് കാക്ക് അള്ളാഹു നല്ലത് വരുത്തട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ഞാൻ ഇവിടുന്ന് വരുന്നാൽ പിന്നെ മലായിക്കത്ത് വന്നിട്ട് എനിക്കും ദ്വാരക്കും ആഴ്ത്തി മിസ്ലഹു, അതുപോലെ നീ സ്വാലിഹിനും കൊടുക്കട്ടോ എന്ന് അള്ളാഹുവിനോട് ദ്വാരക്കും. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ്. മാഷാ അള്ളാഹ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ മനുഷ്യന്മാരാണ്, സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നാനും എപ്പോഴും സാധ്യതയുണ്ട്. അതെ അതെ അതെ. കൽബ് എന്നുള്ള പദം തന്നെ അങ്ങനെ തന്നെയാണ് ഉള്ളത്. കൽബ് എന്ന് വെച്ചാൽ മറിയാന്നാണ്. കലബ വെച്ചാൽ മറിഞ്ഞു മറിഞ്ഞ് വരുന്നതാണ്. അള്ളാഹിനെ കുറിച്ച് തന്നെ പറയുന്നത് മുഖല്ലിബുൽ ഖുലൂബ് എന്ന, ഹൃദയങ്ങളെ മാനസാന്തരപ്പെടുത്തുന്നയാളെന്ന. ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഭയങ്കരമായ നല്ല മനുഷ്യനാവുന്നതിന് ഒരു പ്രശ്നമില്ല. അള്ളാഹു മുഖല്ലിബുൽ ഖുലൂബാണ്. ഒരാൾ നല്ല മനുഷ്യനായിരുന്നു, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾ ചീത്ത മനുഷ്യനാവാൻ തുടങ്ങുന്നതിനും പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നബിതങ്ങൾ പതിവാക്കാൻ പറഞ്ഞ ഒരു ദുആയിൽ പെട്ടതാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്, അല്ലെങ്കിൽ അലാ ദീനിൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു ദുആ പതിവാക്കാനും നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക് എന്ന് പറഞ്ഞിട്ടുള്ള ദുആ. അപ്പൊ കൽബ് എന്ന് പറഞ്ഞത് ഒരു സംഭവം തന്നെയാണ്. നമ്മളുടെ മനസ്സ്, ഹൃദയം എന്നൊക്കെ പറയുന്നത് അത് എന്താവാൻ വേണ്ടി ലിയനൂറ കൽബുൻ, നമ്മുടെ ഹൃദയം പിന്നെ പ്രകാശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് നമ്മളുടെ ശരീഅത്തനുസരിച്ച് നമ്മളുടെ പുറം വൃത്തിയാക്കാനും നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും പറയുന്നത്. അതുപോലെ തന്നെ വതസൂല അൻഹു ദുൽമത്തുൻ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഇരുട്ടുകൾ നീങ്ങുന്നതിന് വേണ്ടിയുമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇരുട്ടുണ്ടാവും. ഇരുട്ട് എന്ന് പറയുന്നത് തെറ്റുകളെയും തിന്മകളെയുമാണ് സൂചിപ്പിക്കുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം കറുക്കുന്നതാണല്ലോ. നന്മ ചെയ്താൽ ഹൃദയം വെളുക്കുകയും ചെയ്യും. നിരന്തരമായി തെറ്റ് ചെയ്യുകയും നിരന്തരമായി ഒരേ തെറ്റുകൾ ആവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഹൃദയം കറുത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് ഭൗതികമായിട്ട് തന്നെ അത് മനസ്സിലാവും അല്ലേ? നമ്മളെ പിന്നെ ഈ കരളിന്റെ ചിത്രവും അതില് വേസ്റ്റുകൾ അടിഞ്ഞടിഞ്ഞുകൂടി അതിന്റെ കളറ് മാറി കറുപ്പ് കളറാകുന്നുണ്ടല്ലോ. അത് കറുപ്പായി പിന്നെ അതിന്റെ പ്രവർത്തന ശേഷി നഷ്ടപ്പെട്ടു പോവാണ്. പിന്നെ കരൾ മാറ്റി വെക്കേണ്ടി വരികയാണ് അല്ലേ? അധികം ഈ കള്ള് കുടിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ പുക വലിക്കുന്ന ആളുകൾക്കും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും സംഭവിക്കുന്നത് എന്താ? അവരുടെ ആന്തരിക അവയവങ്ങളിൽ കറ പിടിക്കുകയും ആ കറ പിടിക്കുന്നതിൻ്റെ മേലെ പിന്നെയും കറ പിടിക്കുകയും പിന്നെയും കറ പിടിച്ച് അതിൻ്റെ പ്രവർത്തനം നിൽക്കുകയും ചെയ്യുന്നു. ഇതേ സംഗതിയാണ് ശരിക്കും നമ്മുടെ മനസ്സിലും ഹൃദയത്തിലൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് കരയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉസ്താമാരൊക്കെ പറയൽ എങ്ങനെയാണ്, നമുക്ക് അള്ളാഹുവിനെ ആലോചിച്ച് കരയാൻ പറ്റുന്നുണ്ടോ? നബിതങ്ങളെ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് കണ്ണിൽ നിന്നും കണ്ണീര് വരുന്നുണ്ടോ? നബിതങ്ങൾ ഹിജ്റ പോകുന്ന വേദന സംസാരിക്കുന്ന സമയത്ത്, അത് കേൾക്കുന്ന സമയത്ത് ഒരു മിന്നലാട്ടം വേദനയെങ്കിലും
കണ്ണിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു കണ്ണുനീരൊന്നും വന്നിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അത് അത് വരാതിരിക്കുന്നില്ല കേട്ടോ. ഈ കേൾക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഏറ്റവും മിനിമം നബിതങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുന്ന ആൾക്ക് പോലും അങ്ങനെ ഒരു വേദന, ഒരു സങ്കടം, കണ്ണുനീര് വരും എന്നുറപ്പാണ്. അതും വരാത്ത രീതിയിൽ ഹൃദയം കറുത്തുപോയ, കല്ലുപോലെ കറുത്തുപോയ ആളുകൾ ഉണ്ടാകും. അത് ഇരുട്ട് പോലെയാണ്. അതുകൊണ്ടാണ് ഇവിടെ കവി ഇമാം മഖ്ദൂം തങ്ങൾ എന്ത് പറഞ്ഞത്? എന്തിനാണ് ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലെ ഇരുട്ട് നീങ്ങാൻ വേണ്ടി കൂടിയാണ്. ഈ ഹൃദയം തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച്, തെറ്റുകളുടെ ആധിക്യത്തിനനുസരിച്ച് കൂടുന്നതിനനുസരിച്ച് ഹൃദയം കൂടുതൽ കൂടുതൽ ഇരുട്ടാവുന്നു. അത് നമുക്ക് നീക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള കല്ലായി മാറുന്നു. കല്ല് എന്ന് പറയുന്നത് മരം പോലെയല്ലല്ലോ, അതിന് വളർച്ചയൊന്നും ഉണ്ടാവില്ല. അത് പിന്നെ അല്ലേ, ജിസ്മ മുത്തലക്ക് എന്നാണ് കല്ലിനെ കുറിച്ച് പറയുക. കല്ല് അങ്ങനെ കിടക്കുകയുള്ളൂ എന്നതുപോലെ നമുക്ക് ചാഞ്ചാട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരാൾ വന്ന് മരണപ്പെട്ടു എന്ന് പറഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ച് സങ്കടമോ ദുഃഖമോ ഒന്നും തോന്നൂല. ഒരാൾക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ച് സന്തോഷമോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ആ രീതിയിലുള്ള ഹൃദയം, ഇരുട്ട് നിറഞ്ഞ ഹൃദയമായി നമ്മൾ ഹൃദയം മാറാതിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ പാപക്കറകൾ, ആ തിന്മകൾ അതെല്ലാം നീക്കിക്കളയുമെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ശരീഅത്തനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ആ ഹൃദയത്തിലുള്ള കറകൾ, അതിലെ പാപങ്ങൾ അതൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് സാധ്യമാവൂ? കൈ യുംകിനാലി ത്വരീഖത്തിൻ ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിലേക്ക് ത്വരീഖത്ത് കടക്കാൻ സാധ്യമുള്ളൂ. ഇപ്പം ഞാനൊരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളമുണ്ട്, ഇനി ആ ഗ്ലാസ്സിലേക്ക് ഇനിയും വെള്ളം ഒഴിക്കാൻ പറ്റൂല അല്ലേ? വെള്ളം, ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ എന്താവണം? ഇനി കൂടുതൽ വെള്ളം ഒഴിക്കണമെങ്കിൽ അതിലുള്ള വെള്ളം കുറച്ചുകൂടി ഒഴിച്ച് കളയണ്ടേ? അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നിറയെ വെള്ളമുണ്ട്, ഇനി ആ ഗ്ലാസ്സിലേക്ക് എനിക്കൊരു ഐസ് ഇടണം വിചാരിക്കുക, ഒരു കോലിടണം വിചാരിക്കുക. ആ കോല് അതിലേക്ക് ഇറക്കി വെക്കുമ്പം അത്രയും ഭാഗം വെള്ളം പുറത്തു പോകുന്നുണ്ട്. ഒരു സാധനം ഒരേ സമയത്ത് ഒന്നിലുണ്ടാവില്ലല്ലോ. അപ്പം ത്വരീഖത്ത് എന്ന് പറയുന്നത് ശരീഅത്തിന്റെ അപ്പുറത്ത് നെക്സ്റ്റ് സ്റ്റേജിൽ വരുന്ന ത്വരീഖത്ത് നമ്മുടെ ഹൃദയത്തിൽ കയറണമെങ്കിൽ അവിടെ ശരീഅത്തെ ഉണ്ടാവാൻ പാടുള്ളൂ. അവിടെ ഈ പറഞ്ഞ ലുൽമത്ത് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ലുൽമത്തുള്ളിടത്ത് എന്താവൂല? ഈ പറഞ്ഞ ത്വരീഖത്ത് എന്തായാലും കുടിയേറി പാർക്കൂല. കാരണം ഇത് രണ്ടും കൂടെ ഒരിക്കലും ഒരുമിച്ചുണ്ടാവില്ല അല്ലേ? ഇരുട്ടും വെളിച്ചവും ഒരുമിച്ച് എന്തായാലും ഉണ്ടാവില്ല. വെളിച്ചം മെല്ലെ മെല്ലെ വരുമ്പോൾ ഇരുട്ട് നീങ്ങി നീങ്ങി പോകണം. അങ്ങനെ അത് സാധ്യമാക്കൂ. അതുകൊണ്ടാണ് കൈ യുംകിനാലി ത്വരീഖത്തിൻ ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ ഈ ത്വരീഖത്തിന് പ്രവേശനം സാധ്യമാവണമെങ്കിൽ ഇവന്റെ ഹൃദയത്തിൽ നിന്നും ഏത് പോകണം? ഇരുട്ട് നീങ്ങിപ്പോകണം അല്ലെ? ഫീ ഖൽബിഹി അൻ തൻസില, ഇവന്റെ ഹൃദയത്തിൽ ഏത് ഇറങ്ങണമെങ്കിൽ, ഈ ത്വരീഖത്ത് ഇറങ്ങണമെങ്കിൽ ഇവന്റെ ഇരുട്ട് ഈ ഹൃദയത്തിൽ നിന്നും നീങ്ങിപ്പോകണം എന്നാണ് മുസന്നിഫ് പറഞ്ഞത്. അപ്പോ ത്വരീഖത്ത് അല്ല, ശരീഅത്ത് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഹൃദയം ശുദ്ധമാവാൻ വേണ്ടിയും അതുപോലെ തന്നെ ഹൃദയത്തിലെ കറകൾ, പാപക്കറകൾ, ഇരുട്ടുകൾ നീങ്ങാൻ വേണ്ടിയും ആ നീങ്ങിയ സ്ഥാനത്തേക്ക് ത്വരീഖത്ത് ഇറങ്ങി അവിടെ ശുദ്ധമാവാൻ വേണ്ടിയുമാണ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. ഇനി വലികുല്ലി വാഹിദിഹിം ത്വരീഖുൻ മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദാ വാസില, എല്ലാവർക്കും വ്യത്യസ്തമായ വഴികൾ ഉണ്ടാവും. ഈ ശരീഅത്തിൽ അല്ലെങ്കിൽ ത്വരീഖത്തിൽ കടന്ന ആളുകൾക്ക് ഹഖീഖത്തിലേക്ക് എത്താൻ വെമ്പൽ കൊള്ളുന്ന, അതിനുവേണ്ടി ആരാധിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ വഴികൾ ഉണ്ടാവും. എല്ലാവരും ഒരുപോലെ ആവണം എന്ന് വാശി പിടിക്കാനൊന്നും കാര്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വലികുല്ലി വാഹിദിഹിം, ഈ പറഞ്ഞ നേരത്തെ ശരീഅത്ത് അനുസരിച്ച് ത്വരീഖത്തിലേക്ക് കടക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടാകും ത്വരീഖുൻ മിൻ തുറുഖ്, വ്യത്യസ്തമായ വഴികൾ ഉണ്ടാവും. വയഖ്താറുഹു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഫയകൂനു മിൻ ദാ വാസില, തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവൻ അതിൽ ആ വഴിയിൽ എത്തിച്ചേരുകയും ചെയ്യും. ആ വഴിയിൽ ത്വരീഖത്തിലേക്ക് ഹഖീഖത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പൊ എല്ലാവരും ദിക്റും ചൊല്ലി അങ്ങനെ മാലയും പിടിച്ച് കുത്തിറക്കണം എന്ന വാശിയൊന്നും വേണ്ട. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന ആൾക്കേ സൂഫിയാവാൻ പറ്റൂ, വലിയാവാൻ പറ്റൂ എന്ന വാശിയും ഇല്ല.
ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലുള്ള വഴികളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്താനുള്ളത്. ഇപ്പം നമ്മളെ ടിപ്പു സുൽത്താനെ കുറിച്ച് ഇങ്ങനെ ഒരു ചരിത്രം എപ്പിസ്ഥാനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് എൻ്റെ ഓർമ്മ. പിന്നെ ടിപ്പു സുൽത്താൻ എങ്ങനെ പേര് വന്നതെന്ന് ചോദിച്ചാൽ ടിപ്പ് 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 എന്നുള്ള പിന്നെ ഒരു ശബ്ദം അവര് ഉറങ്ങുന്ന സമയത്ത് പോലും അദ്കാറുകൾ ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ, അറിയോ? അങ്ങനെ ഒരു സംഭവമാണ്. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ, അറിയോ? ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഈ ടിപ്പു സുൽത്താൻ എന്നുള്ളതിന് ടിപ്പു എന്നുള്ളതിന്റെ പേര് വന്നതിന്റെ പിന്നിൽ ഈ പറഞ്ഞ പോലെ ഏതോ ഒരു ദിക്റാണ്. അതേപോലെ തന്നെ അതായത് ആദ്യം നമ്മളുടെ വായ കൊണ്ട് നാവ് കൊണ്ട് ഹൃദയം പിന്നെ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മുടെ ഹൃദയം ദിക്ർ ചൊല്ലും എന്ന രീതിയിലേക്ക് നമ്മളുടെ മനസ്സ് പാകപ്പെടുന്നുള്ളതാണ്. അതേപോലെ വേറൊരു സംഭവമുണ്ട്. പിന്നെ ഒരു പാവപ്പെട്ട ആള് ഒരാളെടുത്ത് പോകും, എനിക്ക് എന്താവണം, അള്ളാഹുവിലേക്ക് അടുക്കണം എന്നൊക്കെ പറയും. അത് നിങ്ങളൊരു ദിക്ർ ചൊല്ലിത്തരണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇയാളെ കളിയാക്കിയിട്ട് എന്തോ ഒരു 2 വാക്ക് പറഞ്ഞു കൊടുക്കും. ഇയാൾ വളരെ ആത്മാർത്ഥമായി, അത് ദിക്റിന്റെ പദമോ അള്ളാഹുമായി ഒരു ബന്ധമില്ലാത്ത ഒരു പദമാണ്, പക്ഷെ അയാളുടെ മനസ്സേതാണ്, ഈ ഒരാള് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത ദിക്റാണെന്ന നിലയ്ക്ക് ആ 2 പദം, ആ പദം മനസ്സിലേക്ക് വരുന്നില്ല, ആ 2 പദം ഇയാൾ ഉരുവിട്ട് ഇയാള് ഏറ്റവും വലിയ വലിയായി സൂഫിയായി മാറി. അപ്പൊ അത് അയാളുടെ നിയ്യത്താണ്, അത് അയാളുടെ ഒരു നിയ്യത്താണെന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ വലിക്കുല്ലി വാഹിദിഹിം ത്വരീഖും മിൻ തുറുക്ക്, എല്ലാ വലികൾക്കും അവരവരുടേതായ വഴികൾ ഉണ്ടാകും. യഖ്താറുഹു, അവർ ഏതാണോ എടുക്കുന്നത് അത് അവർ തിരഞ്ഞെടുക്കും. ഫയക്കൂനു മിൻ ദവാസിലെ, തിരഞ്ഞെടുത്ത ആളുകൾ ആ വഴിയിൽ എത്തിച്ചേരുകയും അവർ ഹഖീഖത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇവിടെ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഏതുപോലെ? കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയ, ഒരു വഴി, ഒരു ഉദാഹരണത്തിന് കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയ, സൃഷ്ടികൾക്കിടയിൽ അവരെ തർബിയത്ത് ചെയ്യുന്ന, അവരെ പിന്നെ നല്ല വഴിയിലേക്ക് ക്ഷണിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ഒരു മുറബ്ബിയായ, ഒരു തെർബിയത്തൊക്കെ കൊടുക്കുന്ന ഒരു ഷെയ്ഖായി സൃഷ്ടികൾക്കിടയിൽ ഇങ്ങനെ ഇരിക്കുക, അവർക്ക് നിർദ്ദേശം കൊടുക്കുക എന്നതാണ് ഒരു വഴി എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ചുറ്റും എപ്പോഴും ആളുകൾ ഉണ്ടാവും. അവരെങ്ങനെ പൊതുപരിപാടികളിലേക്ക് സംഗതികളിലേക്ക് ഒന്നും പോവില്ല. അവരവരുടെ ആരാധനയുമായി ഇങ്ങനെ കഴിഞ്ഞുകൂടും. അവർക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് അവർ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ തീർത്തും ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതമായിരിക്കും ചില ആളുകൾക്കുണ്ടാവുക. അങ്ങനെ പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പഴയകാല ആലിമീങ്ങളും അതുപോലെ തന്നെ സൂഫികളായ പണ്ഡിതന്മാരുടെയും കാര്യത്തിൽ കുറെ സംഗതികളൊക്കെ അങ്ങനെയുണ്ട് അല്ലേ. അങ്ങനെ നാടുനീളെ പോയി പ്രസംഗിക്കുന്ന ശീലമൊന്നും പിന്നെ നമ്മൾ പഠിച്ച പല സൂഫിയാക്കൾക്കും ഉണ്ടായിരുന്നില്ല. അതേസമയം ലക്ഷക്കണക്കിന് ആളുകൾ അവരിലേക്ക് ഇങ്ങോട്ട് ഒഴുകി വരുമായിരുന്നു. അത് അവരുടെ നേരത്തെ പറഞ്ഞ സ്വഭാവ സവിശേഷത കൊണ്ടാണ്, അവരുടെ ഹൃദയം അത്രമേൽ വിശാലമായത് കൊണ്ടാണ്. ഇപ്പൊ തന്നെ ഇപ്പം മരണപ്പെട്ടിട്ട് കൂടി ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങളുടെ അടുത്തേക്ക് ഓരോ ദിവസവും 10,000-കണക്കിന് ആളുകൾ വരില്ലേ. അവരുടെ ആവശ്യങ്ങൾ, അതില് ജാതിയില്ല മതമില്ല അല്ലേ. അതിന്റെ പുറത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും, ആണും പെണ്ണും ഹിന്ദുവും മുസ്ലിമും എല്ലാവരും വരുന്നു. എല്ലാവർക്കും അവരവരുടെ ആവശ്യങ്ങളുണ്ട്. അപ്പൊ ആ ആവശ്യങ്ങളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയുടെ അടുത്ത് നിന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾ പലപ്പോഴും എന്താകുന്നു, അവർക്ക് ലഭിക്കുന്നു. അപ്പം പിന്നെ ജീവിതകാലത്ത് മാത്രമല്ല, മരണപ്പെട്ട് കഴിഞ്ഞാലും ഒരു സൂഫി അല്ലെങ്കിൽ ഒരു വലിയന് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുന്നു, എന്നുള്ളതാണ്. അപ്പൊ കജുലൂസിഹി ബൈനൽ അനാമി, സൃഷ്ടികൾക്കിടയിൽ, ഇത് നമ്മളെ മമ്പുറത്ത് മാത്രമൊന്നും അല്ല കേട്ടോ, പുറം രാജ്യങ്ങളിൽ ഒക്കെ അങ്ങനെ തന്നെയാണ്. ഈ മുജാഹിദും ജമാഅത്തൊന്നും എത്തി ഒരു പിന്നെ കൈക്കോട്ടും വിക്കാസും JCB എടുത്ത് തകർക്കാത്ത സ്ഥലത്തൊക്കെ ഈ സംഗതി എല്ലായിടത്തും നടക്കുന്നുണ്ട്. അവർക്ക് സാധ്യമായ പറ്റുന്ന രീതിയിലൊക്കെ അവർ പൊളിക്കാൻ പരമാവധി നോക്കുകയും ഇസ്ലാമികമായ സംസ്കാരങ്ങളെ അവർ തകർക്കാൻ ശ്രമിക്കുകയും നിരന്തരം ചെയ്യുന്നുണ്ട്.
ഇപ്പൊ പിന്നെ ലോകരാജ്യങ്ങളും ഒക്കെ എന്തായി, അതിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുകയും, ഇത് രണ്ട് മൂന്ന് രീതിയിലാണ്. ഒന്ന് പിന്നെ എന്താ പറയാ, ടൂറിസത്തിന് അതിൽ വലിയ ഒരു സ്വാധീനവും പ്രാധാന്യവും ഉണ്ടെന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ പഴയതിനെ നിലനിർത്തലാണ് പ്രധാനം എന്ന് ലോകം മനസ്സിലാക്കി. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ലോകരാജ്യങ്ങൾ ഇപ്പൊ അതിലൊക്കെ ഏതായാണ്, ശരിയായിട്ടുണ്ട്. അതേസമയം കുറച്ച് മുമ്പ് വരെ ഇപ്പോഴും അവസരം കിട്ടിയാൽ അവരത്തരം സ്ഥലങ്ങളൊക്കെ തകർക്കുകയും ചരിത്രങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയ, സൃഷ്ടികൾക്കിടയിൽ ഒരു മുറബ്ബിയായ, അവർക്ക് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു ഷെയ്ഖായി ഇരിക്കുക എന്നുള്ളതാണ് ചില ആളുകൾക്ക് അള്ളാഹുലേക്ക് എത്താനുള്ള വഴി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വഴി വകകസ്റത്തിൽ ഔറാദ്, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ വസ്സൗമി, കസ്സൗമി, നോമ്പ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. വസ്വലാത്ത്, നിരന്തരം നിസ്കരിച്ചു കൊണ്ടിരിക്കുക. അത് മറ്റൊരു വഴിയാണ്. ചില ആളുകൾ അങ്ങനെ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കൂടുന്ന ധാരാളം മുഅ്മിനീങ്ങൾ ലോകത്ത് ഇപ്പോഴും ഉണ്ടല്ലോ. നമ്മൾ തന്നെ നമ്മുടെ നാട്ടിലും പരിചയത്തിലും ഒക്കെ ഉണ്ടാവും. നിരന്തരം ദിക്റുകൾ ചൊല്ലി മറ്റൊരു ചിന്തയും അവർക്ക് ഉണ്ടാവില്ല. ഭൗതികമായ ഒരു വ്യവഹാരങ്ങളിലും അവർ ഉണ്ടാവില്ല. ലോകത്ത് നടക്കുന്ന സംഘടനകളോ മറ്റു സംഗതികളോ അവരെ ബാധിക്കുക പോലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ലോകത്തെമ്പാടും ഇപ്പോഴും ഉണ്ട്. അതും അള്ളാഹുവിലേക്ക് എത്താനുള്ള മറ്റൊരു വഴിയാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ത്വരീഖത്തിലേക്കും ഹഖീഖത്തിലേക്കും എത്താനുള്ള ഒരു വഴിയാണ് കസ്റത്തുൽ ഔറാദ്, ധാരാളം ധാരാളം ദിക്റുകൾ ചൊല്ലുക, ധാരാളം നോമ്പനുഷ്ഠിക്കുക, ധാരാളം നിസ്കരിക്കുക. നോമ്പ് എന്ന് പറയുമ്പം നിർബന്ധമായ നോമ്പല്ല, സുന്നത്തായ അല്ലേ, സുന്നത്തായ നോമ്പുകൾ ധാരാളം അനുഷ്ഠിക്കുക, സുന്നത്തായ നിസ്കാരങ്ങൾ ധാരാളം നിസ്കരിക്കുക. അത് അങ്ങനെ അത് ഐച്ഛികമായി ആരും പറയാതെ തന്നെ സുന്നത്തായ സംഗതികൾ ചെയ്യുന്നതിലൂടെ അങ്ങനെയും ഈ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ വഴിയിൽ കടക്കാൻ പറ്റും എന്നതാണ്. ഓരോരോ ഉദാഹരണങ്ങളാട്ടോ ഇത് മാത്രമാണെന്നൊന്നുമല്ല, പല സംഗതികളും ഉണ്ടാവും അതിൽ. അതുപോലെ തന്നെ ഒരു അടിത്തറയും കൂടെ വഖിദ്മത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് സേവനം ചെയ്യുക, അല്ലെ, ജനങ്ങൾക്ക് സേവനം ചെയ്യുക. അപ്പോ ഈ ജനങ്ങൾക്ക് സേവനം ചെയ്യാന്ന് പറയുമ്പം അത് വിശാലമായൊരു ബാബാണല്ലോ. എന്തൊക്കെ ആവശ്യങ്ങളാണ് ഓരോ മനുഷ്യന്മാർക്കും ഉള്ളത്. കല്യാണം കഴിച്ചു കൊടുക്കുന്നു പ്രായമായ പെൺകുട്ടികൾക്ക്, വീടില്ലാത്തവർക്ക് വീട് നമ്മൾ എടുത്തു കൊടുക്കുന്നു, രോഗങ്ങളുള്ളവർക്ക് അവരുടെ രോഗത്തിന് ചികിത്സ കൊടുക്കുകയും അതിൻ്റെ ചെലവ് നമ്മൾ സ്വരൂപിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ 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 നീണ്ടു കിടക്കുന്ന ഒരു ലിസ്റ്റാണത്, അല്ലേ. ലോകത്ത് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ കൂടി പറ്റില്ല. അത്രയും ആവശ്യങ്ങൾ മനുഷ്യനുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. സ്കൂളുകൾ എടുക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുക്കുന്നു, ദർസുകൾ നടത്തുന്നു, അള്ളാഹുവിൻ്റെ ഇൽമിനെ നിലനിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നു. ഒരു നാട്ടിൽ പള്ളി എടുക്കുന്നു, ആ നാട്ടിന് ആവശ്യമായിട്ടുള്ള ഒരു കിണർ കുത്തുന്നു, അല്ലേ, വെള്ളം കൊടുക്കുന്നു, അവിടെ ആളുകൾക്ക് ഇരുന്ന് വായിക്കാൻ ആവശ്യമായ ഒരു ലൈബ്രറി ഉണ്ടാക്കുന്നു, കുട്ടികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നു, പള്ളിയിലേക്ക് ഖുർആൻ സംഭാവന കൊടുക്കുന്നു, വ്യത്യസ്തമായ മതസ്ഥാപനങ്ങളിലേക്ക്, യതീംഖാനകളിലേക്ക്, അനാഥ മന്ദിരങ്ങളിലേക്ക് നമ്മളെ പൈസ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ സഹായമാണ്. ഇതൊക്കെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വിവിധങ്ങളായിട്ടുള്ള വഴിയാണ്. അപ്പൊ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുക എന്നുള്ളതോ അതാണ് അടുത്തതായിട്ട് എന്നത് ഖിദ്മത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് സേവനം ചെയ്യുക. അപ്പൊ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ പ്രാർത്ഥനയ്ക്ക് ഫലമുള്ള ഒരാൾക്ക് അയാളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അയാൾക്ക് ഇഷ്ടംപോലെ ആളുകൾ ഒരു ദിവസം 8ഉം 10ഉം 100ഉം 1000 ആൾക്കാർ അയാളുടെ വീട്ടിലേക്ക്, അയാൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് കാണാൻ വരുന്നു. ഓരോ ആളും 100ഉം 500ഉം 1000ഉം 10,000 കൊടുക്കുന്നു. അയാൾക്ക് ജീവിതകാലം വളരെ സുഗമമായി ജീവിക്കാനുള്ള പൈസ അയാൾക്ക് വളരെ കുറഞ്ഞ കാലം കൊണ്ട് കിട്ടുന്നു. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച്
പിന്നെ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുകയും ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഈ ലോകത്തെല്ലായിടത്തും എത്തിക്കുകയും അവർക്ക് വേണ്ടി പിന്നെ യാത്രകൾ ചെയ്യുകയും ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്യാന്നുള്ളത് അത് അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴിയാണ്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. എല്ലാവരും കൂടെ ദിക്റും ചൊല്ലി മൂലക്കിരിക്കണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ ചില ആളുകൾ ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ കാട്ടിൽ പോയി താമസിക്കണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ ചില ആളുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യുന്നവർ മാത്രമേ പിന്നെ സൂഫിയാവൂ എന്ന തെറ്റിദ്ധാരണ ശരിയല്ല. ബെൻസിൽ പോകുന്നത് സൂഫിയാവുന്നതിന് എതിരല്ലല്ലോ, അല്ലേ? നല്ല വീടുണ്ടാക്കുന്നത് സൂഫിയാവുന്നതിന് എതിരല്ല. നല്ല വീടുണ്ടാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുക എന്നുള്ളതും നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊക്കെ സൂഫിയാവുന്നതിന് എതിരാവുന്ന ഒരു കാരണമായിട്ട് നമുക്കൊരിക്കലും എണ്ണാൻ പറ്റുകയില്ല, അല്ലേ? അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഖിദ്മത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകൾക്കും അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള വലിയൊരു കാരണമാണത്. അതിന് പഴയ കാലത്ത് ഉദാഹരണം പറഞ്ഞത് വൽഹംലിൽ ഹത്തബ്, കിതാബുക്കു വൽഹംലിൽ ഹത്തബ്, വിറക് ചുമന്ന് അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. വിറക് കെട്ട് കാട്ടിൽ പോയി അത് വിറക് വെട്ടി അത് കെട്ടി ആവശ്യക്കാർക്ക് ഫ്രീ ആയി സൗജന്യമായി വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് പഴയ കാലത്തെ ചെയ്തിരുന്ന വലിയൊരു സേവനമാണ്. അത് ആളുകൾക്ക് ആവശ്യം അറിഞ്ഞ്, നേരത്തെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, വെള്ളം ആവശ്യമാണ്, വളരെ പ്രധാനമാണ്, ഉപയോഗിക്കേണ്ടത് കുത്തിക്കൊടുക്കുക. നബിതങ്ങളെ കാലത്തെയുള്ള സംഗതിയാണ് ഈ കിണർ കുത്തിക്കൊടുക്കൽ. വെള്ളം എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനമാണ്, അല്ലേ? അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നല്ല മഴയാണ് കിട്ടിയത്. കേരളത്തിലുള്ള ആൾക്കാർക്ക് അറിയാം. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ മഴ കിട്ടിയ ഓർമ്മ എനിക്കില്ല. നല്ല മഴയാണ്, മാഷാ അല്ലാഹ്. മഴ നല്ല മഴയാണ്. അതേസമയം മഴ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടും ഇത്തവണ അങ്ങനെ വല്ലാതെ ഇതുവരെ വന്നിട്ടില്ല. സാധാരണ ഓഗസ്റ്റിലാണ് പ്രളയം ഉണ്ടാവല്. അള്ളാഹു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല മഴ തരട്ടെ, ആമീൻ, അല്ലേ? അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅൻ എന്നാണല്ലോ നിബിധങ്ങൾ ഇത് വരുന്നത്. മഴ പെയ്യുമ്പം അള്ളാഹിൻ്റെ റസൂൽ അത് വർക്കാറുണ്ടായിരുന്നു എന്നാ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅൻ, അള്ളാഹുവേ നല്ല മഴ തരണേ എന്ന്, നല്ല മഴ തരണേ എന്നാണ് വർക്കേണ്ടത്. അത് ഭയങ്കരമായ മഴ കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഹവാലൈന വല അലൈന അങ്ങനെ ദിക്റുകളും സുന്നത്താണ്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടാകുന്ന മഴ ഇവിടെ ഒന്നും തരില്ലേ, വല അലൈന ഞങ്ങൾക്ക് എതിരാവുന്ന മഴ തരില്ലേ എന്നത് വരക്കലും സുന്നത്താണ്. അല്ലാഹ്. അപ്പോ പിന്നെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വ്യത്യസ്തമായ വഴികൾ അത് ജനങ്ങളെ സേവിക്കലാണ്. അതിനുദാഹരണം പറഞ്ഞതാണ് വൽ ഹംലിൽ ഹത്തബ്, വിറക് കെട്ടി അത് വെട്ടി അത് ശേഖരിച്ച് ആവശ്യക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുക. ലിതസദ്ദുഖിൻ, ഇതിന്റെ ബാക്കി കേട്ടോ, വൽ ഹംലിൽ ഹത്തബ്, വിറക് കെട്ടെന്താവുക, ചുമന്ന് കൊണ്ടുപോവുക. എന്തിനു വേണ്ടി? ലിതസദ്ദുഖിൻ, സ്വതക്ക കൊടുക്കുന്നതിന് വേണ്ടി. ബിമുഹസ്സിലിൻ മുത്തമവ്വില, മുത്തമവ്വിലായ അല്ലെങ്കിൽ പിന്നെ സമ്പത്ത് വെക്കാൻ പറ്റുന്ന മൂല്യമുള്ള സാധനങ്ങൾ എന്താവുകയും ചെയ്യുക, സ്വതക്ക കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ സ്വതക്ക കൊടുക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ആളുകൾക്ക് സഹായം ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വിർദുകളും അതുപോലെ നോമ്പും നിസ്കാരവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിലൂടെ, മുറബിയായ ഒരു ഷെയ്ഖായി നിൽക്കുന്നതിലൂടെ, ഇങ്ങനെ പല വിധേന അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും. ഈ വിർദ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. വിർദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശരിക്കും പതിവായി ചൊല്ലുന്ന ദിക്റാട്ട്, എപ്പോഴെങ്കിലും ചൊല്ലുന്നതല്ല. വിർദ് എന്ന് വെച്ചാൽ പതിവായി ചൊല്ലുന്നതാണ്. ഇപ്പം ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കിതാബിൽ കാണാം, മൻ ലൈസ ലഹു വിർദുൻ വഹുവ ഖിർദുൻ, മൻ ലൈസ ലഹു വിർദുൻ വഹുവ ഖിർദുൻ എന്നാണ്. ജീവിതത്തിൽ ഒരു വിർദ് ഇല്ലാത്തവന് കിർദ് പോലെയാണ്. കിർദ് എന്ന് വെച്ചാല് എന്താ? കിർദ് പറഞ്ഞാല് മദ്രസയിൽ പഠിച്ച, സ്കൂളിൽ പഠിച്ച ഓർമ്മ ഉണ്ടാവല്ലോ, കിർദ്. മൻ ലൈസ ലഹു വിർദുൻ വഹുവ ഖിർദുൻ എന്നാണ്. അല്ലാഹ്, ആർക്കും ഓർമ്മയില്ലേ കിർദ്? ഷാഫിക്ക ഇല്ല. ഓക്കെ. അപ്പം മൻ ലൈസ ലഹു വിർദുൻ വഹുവ ഖിർദുൻ എന്ന് പറഞ്ഞാൽ
ഹിർദ് വെച്ചാൽ കുരങ്ങന്നാ. ഈ കുരങ്ങന്റെ ഒരു സ്വഭാവം എന്താ? കുരങ്ങൻ ഒരു കൊമ്പെന്ന് അടുത്ത കൊമ്പ് ചാടും, അവിടുന്ന് അടുത്ത കൊമ്പ് ചാടും, പിന്നെ അവിടുത്തെ കൊമ്പ്, ഇങ്ങനെ ഒരു സ്ഥിരത ഇല്ലാത്ത പരിപാടിയാണല്ലോ. എന്നതുപോലെയാണ് മൻലൈസ ലഹു വിർദുൻ വഹുവ ഖർദുൻ എന്ന് പറഞ്ഞാൽ, സ്ഥിരമായി ജീവിതത്തിൽ ഒരു വിർദില്ലാത്ത, ദിക്ർ ചൊല്ലാത്തയാൾ, അയാൾക്ക് അയാളുടെ ഹൃദയത്തിൽ സ്ഥിരത ഉണ്ടാവില്ല. അപ്പം 10 സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ എന്നും ചൊല്ലും. അസ്തഗ്ഫിറുല്ലാ എന്ന് ചൊല്ലുമ്പം എന്നും എന്താവുക, അസ്തഗ്ഫിറുല്ലാ ഒരു 10 എണ്ണം ചൊല്ലും. അപ്പം സ്ഥിരമായി എന്തെങ്കിലും ഒന്ന് വേണം താനും കേട്ടോ. ഒന്നുമില്ലാത്ത ഒരു ആൾക്കാരായി നമ്മൾ മാറുകയും ചെയ്യരുത്. അതായത് ഇപ്പൊ നമ്മൾ യാസീൻ ഓതുകയാണെങ്കിൽ എന്നും യാസീൻ ഓതുക. ഇപ്പൊ തബാറക്കാണ് ഓതുന്നത്, എന്നും തബാറക്ക് ഓതുക. ഒരു ദിവസം വിട്ടുപോയാൽ അത് പിന്നീട് ഖളാ വിട്ടുക. ഒരു 50 സ്വലാത്താണ് ചൊല്ലുന്നത്, എന്നും 50 സ്വലാത്തും ഇല്ല. എല്ലാ ആഴ്ചയും ഒരു അസ്മാഉൽ ബദർ ചൊല്ലുക. അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടി കൂടിയിട്ട്, ആരും വിളിക്കൊന്നും വേണ്ട, നമ്മൾ തന്നെ ഒന്ന് കൂടിയിട്ട് ഒരു മങ്കൂസ് മൗലൂദ് ചൊല്ലുക. അങ്ങനെ ജീവിതത്തിൽ ഒരു വിർദ്, പതിവായി എന്തെങ്കിലും ദിക്ർ ചൊല്ലുക എന്നുള്ളത് അത് വളരെ പ്രധാനമാണ് എന്ന് ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചിട്ട് കാണാൻ പറ്റും. അതാണ് ആ വിർദിന്റെ കാര്യം അത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നതാണ്, മൻ ലൈസ ലഹു വിർദുൻ വഹുവ ഖർദുൻ എന്നത്. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നും കൂടെ പറയാം. ഫഅലൈഹി തസയ്യിനുൽ ലിളാഹിരിഹിൽ ജലി ബിശരീഅ